യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുകൊണ്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ നടുക്കുന്ന ഫോൺ സംഭാഷണം പുറത്ത്. യുവതിക്ക് നേരെ രാഹുലിന്റെ കൊടിയ അസഭ്യവർഷവും ആക്രോശവും. ഗർഭചിത്രം നടത്തിയില്ലെങ്കിൽ അത് തന്റെ ഭാവിയെ ബാധിക്കുമെന്ന് രാഹുൽ യുവതിയോട്. തന്നോട് പറഞ്ഞു ഏറ്റെടുക്കാൻ പറഞ്ഞു. എടോ, ഞാൻ തന്നോട് വീണ്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞു തന്നെ ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ താൻ എന്തിനാ നടന്ന് പഠിക്കുന്നത്? അത് ഞാൻ നോക്കിക്കോളാം. തനിക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ നോക്കാന്ന് പറഞ്ഞല്ലോ. അത് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന്. അങ്ങനെ പറ്റത്തില്ല. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും, എന്തായാലും പറ്റും. അതെ, അനാവശ്യം പറഞ്ഞുണ്ടല്ലോ. അത് ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞല്ലോ. ഞാൻ മാനേജ് ചെയ്തോളാം. അതെ, മര്യാദക്ക് സംസാരിക്കണോ? എന്താന്ന്? അത് കുഴപ്പമില്ല, ഞാൻ അനുഭവിച്ചോളാം. താൻ ഇത്രയും വൃത്തിയായിട്ട് രീതിയിൽ എന്നോട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പൊ താൻ തന്റെ കാര്യം മാത്രം നോക്കുന്ന ഒരാളിന് ഞാൻ എന്തിനാ? ഈ വിഷയത്തിൽ ഒരുമിച്ചല്ലാത്ത തീരുമാനത്തിലല്ല എന്റെ കാര്യമല്ലാതെ പിന്നെ നിന്റെ കാര്യം നോക്കാൻ പറ്റുമോ? ഒരുമിച്ചുള്ള തീരുമാനങ്ങൾ രണ്ടുപേർക്കും കൂടെ നോക്കാം. എടോ, ഇത് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി എടുത്തതല്ല കേട്ടോ. 70% റെസ്പോൺസിബിലിറ്റി തനിക്കാണ്. തന്നോട് പറഞ്ഞു ഏറ്റെടുക്കാൻ പറഞ്ഞു. എടോ, ഞാൻ തന്നോട് വീണ്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞു തന്നെ ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ താൻ എന്തിനാ നടന്ന് പഠിക്കുന്നത്? അത് ഞാൻ നോക്കിക്കോളാം. തനിക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ നോക്കാന്ന് പറഞ്ഞല്ലോ. അത് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന്. അങ്ങനെ പറ്റത്തില്ല. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും, എന്തായാലും പറ്റും. അതെ, അനാവശ്യം പറഞ്ഞുണ്ടല്ലോ. അത് ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞല്ലോ. ഞാൻ മാനേജ് ചെയ്തോളാം. അതെ, മര്യാദക്ക് സംസാരിക്കണോ? എന്താന്ന്? അത് കുഴപ്പമില്ല, ഞാൻ അനുഭവിച്ചോളാം. താൻ ഇത്രയും വൃത്തിയായിട്ട് രീതിയിൽ എന്നോട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പൊ താൻ തന്റെ കാര്യം മാത്രം നോക്കുന്ന ഒരാളിന് ഞാൻ എന്തിനാ? ഈ വിഷയത്തിൽ ഒരുമിച്ചല്ലാത്ത തീരുമാനത്തിലല്ല എന്റെ കാര്യമല്ലാതെ പിന്നെ നിന്റെ കാര്യം നോക്കാൻ പറ്റുമോ? ഒരുമിച്ചുള്ള തീരുമാനങ്ങൾ രണ്ടുപേർക്കും കൂടെ നോക്കാം. എടോ, ഇത് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി എടുത്തതല്ല കേട്ടോ. 70% റെസ്പോൺസിബിലിറ്റി തനിക്കാണ്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഇത് പെൺകുട്ടിയുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് തന്നെ അവരുടെ ശബ്ദം മാറ്റിയിട്ടുണ്ട്. അതാണ് ഈ ഒരു മാറിയ രീതിയിൽ പ്രേക്ഷകർ കേട്ടത്. പക്ഷേ വ്യക്തമായി കേൾക്കാവുന്ന ഒന്നുണ്ട്, അത് രാഹുൽ മാങ്കൂട്ടത്തിലെ ശബ്ദമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളാണ്. ആസിഫ് മുഹമ്മദ് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവെക്കും. ആസിഫ്, ഓരോ തെളിവുകൾ പുറത്തേക്ക് വരുംതോറും അതീവ മ്ലേച്ഛകരം എന്നല്ലാതെ മറ്റൊന്നും ഇതിനെപ്പറ്റി വിശേഷിപ്പിക്കാൻ ആവുന്നില്ല. ആഴത്തിൽ അറിയുന്തോറും ഇതിൽ വല്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റം രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സുവ്യക്തമായിരിക്കുന്നു. ആസിഫെ, ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തെല്ലാം? തീർച്ചയായും ഓരോ ദിവസവും ഓരോ പുതിയ ഓഡിയോ സന്ദേശങ്ങൾ അല്ലെങ്കിൽ യുവതിയുമായുള്ള ഫോൺ സംഭാഷണങ്ങൾ പുറത്തു വരുമ്പോൾ രാഹുൽ ഏത് തരത്തിലാണ് ഈ കാര്യങ്ങളെ എടുത്തിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാകുകയും അത് എത്ര വൃത്തികെട്ട രീതിയിലാണ് എന്ന് കൂടുതൽ വ്യക്തത വരികയും ചെയ്യുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രാഹുൽ ഈ യുവതിയുമായി സംസാരിക്കുന്ന സമയത്ത് മുഴുവൻ രാഹുൽ ഗർഭചിത്രം നടത്താനായി നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന് കഴിയില്ല എന്ന് പറയുന്ന സാഹചര്യം വരുമ്പോൾ രാഹുൽ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ അത് നമുക്കത് ഓണെയർ കൊടുക്കാൻ കഴിയില്ല. നമ്മൾ പോലും അത് മ്യൂട്ട് ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. ആ രാഹുൽ ഗർഭിണിയാക്കിയ ആ യുവതിയെ പിന്നീട് അത് ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിക്കുകയും പിന്നീട് അതിന് കഴിയില്ല എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയെ അസഭ്യവർഷം നടത്തിക്കൊണ്ടാണ് രാഹുൽ അഭിസംബോധന ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഓഡിയോ സന്ദേശത്തിലടക്കം ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും ഒരു മര്യാദയും ഇല്ലാത്ത സംസാരമാണ് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ പ്രശ്നം അത് സോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് പോലും
പറയുമ്പോഴും രാഹുൽ ഏകപക്ഷീയമായി തന്റെ തീരുമാനങ്ങൾ പറയുന്നു. അത് നീ അനുസരിച്ചാൽ മതി എന്നുള്ള ടോണിലുള്ള സംസാരം മാത്രമാണ് രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അത് ആ പെൺകുട്ടി ആ ഗർഭത്തിന്റെ കാര്യം പറഞ്ഞ് അത് ഞാൻ മാനേജ് ചെയ്തു കൊള്ളാം എന്ന പെൺകുട്ടി പറയുമ്പോൾ അത് നീ എങ്ങനെ മാനേജ് ചെയ്യും, അതാണോ നിന്റെ പണി തുടങ്ങിയ അസഭ്യ വർഷം നടത്തുന്നുണ്ട്. അതിനുശേഷം ആ പെൺകുട്ടി ആലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുമ്പോൾ അത് കേട്ടാലറയ്ക്കുന്ന തെറി വിളിച്ചുകൊണ്ടാണ് രാഹുൽ ആ പെൺകുട്ടിയെ പിന്നീട് അഭിസംബോധന ചെയ്യുന്നത്. നമ്മൾ പോലും ആ ഒരു ശബ്ദം അത് മ്യൂട്ട് ചെയ്താണ് കൊടുത്തുള്ളത്. അത്തരത്തിൽ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ ആ പെൺകുട്ടിയെ അഭിസംബോധന ചെയ്തുകൊണ്ടും മാത്രമാണ് രാഹുലിന്റെ ഈ സംസാരം മുന്നോട്ട് പോകുന്നത്. ഒരു ഘട്ടത്തിൽ ആ പെൺകുട്ടി പല തവണയായി പറയുന്നുണ്ട്, ഇത് തന്നെ ബാധിക്കാത്ത തരത്തിൽ ഞാനത് മാനേജ് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അത് എങ്ങനെ താൻ മാനേജ് ചെയ്യും, അത് എന്താണെന്ന് നിന്നോട് പറയൂ എന്ന് രാഹുൽ ആവർത്തിച്ച് പറയുന്നു. അപ്പോഴും അത് താൻ അറിയേണ്ട, ഞാനത് മാനേജ് ചെയ്തോളാം എന്ന് ആ പെൺകുട്ടി പറയുന്ന സമയത്താണ് അസഭ്യ വർഷം നടത്തുന്നത്. അതിന് പിന്നാലെ ഈ തൻ്റെ സുഹൃത്തുക്കളോടക്കം ആലോചിച്ച് മാത്രമേ തനിക്ക് ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്ന സമയത്താണ് നിന്റെ സുഹൃത്തുക്കളാണോ നിനക്ക് ഉണ്ടാക്കി തരുന്നത് എന്ന് രാഹുൽ വളരെ മാന്യതയില്ലാത്ത ഭാഷയിൽ സംസാരിക്കുന്നത്. അതിനുശേഷം രാഹുൽ അത് നിന്റെ ലൈഫാണ്, ഇത് നിന്റെ ലൈഫ് നശിക്കുന്ന സാഹചര്യം ഉണ്ടാകും, ഈ ഒരു കുട്ടിയുമായി മുന്നോട്ട് പോയാൽ നിന്റെ ലൈഫ് നശിക്കുന്ന സാഹചര്യം ഉണ്ടാകും, നിന്റെ ജീവിതമാണ് നശിക്കുന്നത് എന്ന് പറയുന്നു. അതിനുശേഷം ആ പെൺകുട്ടി അത് താൻ മാനേജ് ചെയ്തോളാം എന്ന് വീണ്ടും പറയുമ്പോൾ രാഹുൽ പറയുന്ന ഒരു വാക്കുണ്ട്, ഇത് നീ എന്ത് കാണിച്ചാൽ എനിക്കെന്താ, പക്ഷെ എൻ്റെ ലൈഫ് കൂടിയാണ് ഇല്ലാതാകുന്നത് എന്നൊരു വാക്ക് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. രാഹുലിനെ സംബന്ധിച്ചോളം ആ പെൺകുട്ടിക്കുണ്ടായ പ്രശ്നങ്ങളോ ആ പെൺകുട്ടി നേടുന്ന ആ ഒരു സാഹചര്യമോ രാഹുലിന് പ്രശ്നമല്ല. ആ പെൺകുട്ടി ഇതുമായി മുന്നോട്ട് പോയാൽ അത് രാഹുലിന്റെ ജീവിതത്തെ ബാധിക്കും എന്നുള്ളിടത്താണ് രാഹുലിന്റെ പ്രശ്നം. ഇത്രത്തോളം ആ പെൺകുട്ടിയെ ഒരു ഘട്ടത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാനും മോശപ്പെട്ട ഭാഷയിൽ സംസാരിച്ച് ഏറ്റവും ഒടുവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ യഥാർത്ഥ സ്വഭാവം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് രാഹുൽ ഇത് പ്രശ്നമാകുന്നത് എന്ന് വ്യക്തമാകുന്നത്. നീ ഇതുമായി മുന്നോട്ട് പോയാൽ എൻ്റെ ലൈഫ് കൂടി നശിക്കും, എൻ്റെ ലൈഫാണ് നശിക്കുന്നത് എന്നുള്ള പോയിന്റിലേക്ക് രാഹുൽ എത്തുന്നത്. അങ്ങനെ തൻ്റെ ജീവിതം അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയല്ലാതെ മറ്റൊന്നുമില്ലാതെ ഇത്തരത്തിൽ തൻ്റെ സൗഹൃദ വലയത്തിലുള്ള പെൺകുട്ടികളടക്കം മോശമായി പെരുമാറുകയും മോശം മെസ്സേജ് അയക്കുകയും അവരെ ഗർഭിണിയാക്കി പിന്നീട് അത് ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് ഒരു പെൺകുട്ടി അത്തരത്തിൽ രാഹുലിൽ നിന്ന് ഗർഭിണിയായ പെൺകുട്ടിയാണ് സംസാരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു പരിഗണനയും നൽകാതെ ഉള്ള ഒരു സംസാരമാണ് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അത് ഒരു തരത്തിലും നമുക്ക് കേട്ടിരിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള സംസാരമാണ് പലയിടങ്ങളിലും ഉണ്ടാകുന്നത്. അത് ആ പെൺകുട്ടി അത് താൻ മാനേജ് ചെയ്തോളാമെന്ന് പറയുമ്പോൾ അസഭ്യവർഷം നടത്തിക്കൊണ്ട് കേട്ടാലറക്കുന്ന വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് രാഹുൽ ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയോ ശാരീരികാവസ്ഥയോ ഒന്നും പരിഗണിക്കാത്ത തരത്തിലുള്ള പെരുമാറ്റം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള രാഷ്ട്രീയക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഒരു മനുഷ്യനെന്ന രീതിയിൽ പോലും തീർച്ചയായും